മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് സാർ വന്നിരിക്കുന്നത് മൗര്യ സാമ്രാജ്യം, മൗര്യൻ എംപയർ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പോകണം. അപ്പൊ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യാണ്, പഠിച്ചെടുക്കാൻ പോകണേ. അപ്പൊ നമുക്ക് തുടങ്ങി വെക്കാം. അപ്പൊ നമ്മൾ അധികാരം വളരുന്നു എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എംബ്ലമാണ് നമ്മളോട് തന്നിട്ടുള്ളത്. നമ്മുടെ ദേശീയ മുദ്ര നമ്മളിവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ദേശീയ മുദ്രയാണ്. അശോക് ചക്രവർത്തി സാരനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിട്ടുള്ളത്. അശോക ചക്രമാണ് നമ്മുടെ എന്തിൽ കാണപ്പെടുന്നത്, നാഷണൽ ഫ്ലാഗിൽ കാണപ്പെടുന്നത്, അല്ല നമ്മുടെ എന്തിൽ കാണപ്പെടുന്നത്, നമ്മുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എല്ലാ മക്കൾക്കും ഫെമിലിയർ ആണ്. അപ്പൊ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും, ആരാണ് ഈ അശോക ചക്രവർത്തി എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും. അശോക ചക്രവർത്തി ആരാണ് മക്കളെ, കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അശോക വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എമംഗ് ദ കിങ് ഓഫ് ദ മൗര്യ ഡൈനാസ്റ്റി വിത്ത് മഗധ ആസ് എ ക്യാപിറ്റൽ. മഗധ കേന്ദ്രമാക്കിയിട്ടുള്ള മൗര്യ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, രാജാവാണ് ആര്, നമ്മൾ ഈ പറയുന്ന അശോക എന്ന് പറയുന്നത്, അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആരാണ് അപ്പൊ സ്ഥാപിച്ചിട്ടുള്ളത്? മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് അശോക എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആരാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചിട്ടുള്ള ഈ മൗര്യ എംപയറിലെ മൗര്യ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഭരണാധികാരിയാണ് ആര്, രാജാവാണ് ആര്, നമ്മൾ ഈ പറയുന്ന അശോക എന്ന് പറയുന്നത്. അപ്പൊ അശോക ചക്രവർത്തി ആരാണെന്നുള്ള മക്കൾക്ക് കത്തിയല്ലോ. മൗര്യ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് അശോക ചക്രവർത്തി. ഇനി മൗര്യ സാമ്രാജ്യം ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ കേന്ദ്രം അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു, മഗധയായിരുന്നു ക്യാപിറ്റൽ. അപ്പൊ ഈ സ്ലൈഡിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ മഗധയായിരുന്നു. അശോക പ്രോമിനന്റ് ആയിട്ടുള്ള റൂളറാണ്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്, ചന്ദ്രഗുപ്ത മൗര്യാണ് ഈ മൗര്യ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ 3 പോയിന്റും സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. അപ്പൊ അവിടെ 3 പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ സമയം കൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരാറുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് രാജാവിന്റെ ധർമ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ ധമ്മ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ആര് മുമ്പോട്ട് വെക്കുന്നുണ്ട്, നമ്മുടെ അശോക ചക്രവർത്തി മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ധമ്മ തിയറിയിലൂടെ, ധമ്മ ഐഡിയയിലൂടെ അല്ലെങ്കിൽ ധമ്മ പോളിസിയിലൂടെ അശോക എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യമുണ്ടായാലേ രാജ്യത്ത് എന്തുണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. ആൾക്കാരൊക്കെ എപ്പോഴും അടിയാണ്, എപ്പോഴും ഫൈറ്റ് ആണെങ്കിൽ രാജ്യത്ത് എന്തുണ്ടാവില്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ രാജ്യത്ത് എന്ത് വേണം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വേണം. അപ്പൊ ദ കിങ്ഡം ഓൺലി ഇൻ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ കോഎക്സിസ്റ്റഡ് ഹാർമോണിയസ്ലി. നമ്മൾ കാണാൻ പറ്റും എല്ലാവരും സമാധാനപൂർണ്ണം അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, അവിടെ സമാധാനം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കിങ്ഡത്തിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ അവിടെ സമാധാനം വേണം. സമാധാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം, ചില ആശയങ്ങളായി നടപ്പിലാക്കണം, രാജാവ് നടപ്പിലാക്കണം. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ധമ്മ അല്ലെങ്കിൽ ധർമ്മം എന്നറിയപ്പെടുന്ന ഈ ഒരു ഐഡിയോളജി നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് ഈ ധർമ്മത്തിലൂടെ രാജാവ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാനുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും, മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുക, പാരന്റ്സിനെ ഒബേ ചെയ്യുക, പാരന്റ്സ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മലയാളം ഇംഗ്ലീഷും ബോത്ത് ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഒബേ പാരന്റ്സ് എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ്. റെസ്പെക്ട് ഗുരുസ് അല്ലെങ്കിൽ അധ്യാപകരെ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. റെസ്പെക്ട് ഗുരുസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഡിനൗൺസ് ആനിമൽ സാക്രിഫൈസ്, മൃഗബലി നടത്താതിരിക്കുക. ആനിമൽസിനൊന്നും എന്ത് ചെയ്യാതിരിക്കുക, സാക്രിഫൈസ് ചെയ്യാതിരിക്കുക, മൃഗബലി നടത്താതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ദെൻ എക്സ്പ്രസ് ടോളറൻസ് ടുവേർഡ്സ് എവറി റിലീജിയൻ, എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയോടുകൂടി എന്ത് ചെയ്യുക, പെരുമാറുക, മൃഗബലി ഒഴിവാക്കുക. എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് നമുക്ക് അറിയാനുള്ളത് സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് നമ്മൾ എപ്പോഴും എന്ത് കാണിക്കുക, സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുക എന്നുള്ളതാണ്. ഷോക്ക് കൈൻഡ്നസ് ടുവേർഡ്സ് ദ ഫെല്ലോ ക്രിയേറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് അശോകന്റെ ധമ്മ തിയോളജിയിലൂടെ അല്ലെങ്കിൽ ധമ്മ ആശയത്തിലൂടെ അശോക മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ധർമ്മം നടപ്പിലാക്കിയത്, രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് ധർമ്മ ആശയം രാജാവ് നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അശോക ചക്രവർത്തി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് മക്കൾക്ക് പഠിക്കാനുള്ള. അപ്പൊ സിമ്പിൾ ആയി മൗര്യ സാമ്രാജ്യം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ടു ഓൾ, ബൈ.